ഒന്ന് വിരിച്ചിടണം. വണ്ടി കഴുകാനേ വെള്ളം മൊത്തം അഴുക്ക് വെള്ളം. അതെ, വണ്ടി നല്ലൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരു വാഷ് ചെയ്യിക്കണം നമുക്കൊന്ന്. ശരി, നമുക്ക് ആ തടിയുടെ വണ്ടിക്കൂടെ ഒന്ന് വിരിച്ചിട്ടാലേ 2 മണിക്കൂറാണ് ഉണങ്ങാൻ കിട്ടുക. വണ്ടിക്കകത്തൊരു ചെറുന്തി കയറിടോ. ചെന്തി പോ, ചെന്തി എൻ്റെ വണ്ടിക്കകത്ത് കയറി കൊന്നു ഒക്കോ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളൊരു സൂത്രം കാണിക്കാം കേട്ടോ. അതെ, വണ്ടിക്കകത്തൊരു സൂത്രം ഇരിക്കുന്നത് കാണിക്കാം. അയ്യ, നമുക്കൊരാളൊരു സാധനം തന്നാ കേട്ടോ. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട് സംഭവം. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു തോന്നുന്നു ആ വീഡിയോയ്ക്കകത്ത്. എല്ലാം റെഡി ആയിരിക്കുകയാണ്. എല്ലാം സെറ്റപ്പ് ആക്കണം. ഇനി ഒരുപാട് ഇതെല്ലാം ക്ലീൻ ചെയ്യണം. കുറേ പണിയുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ കൊല ഇരിക്കുന്ന കൊല പഴുത്ത് കേട്ടോ. പഴുത്തു അകത്തോട്ട് കയറണമെങ്കിൽ നമുക്ക് അടിയിൽ നിന്നൊരു പഴം എടുക്കാം. 2-3 പഴം അടിയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അയ്യോ, പഴം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പഴമൊക്കെ തിന്ന് സമാനമായിട്ട് തുണി ഉണങ്ങുമ്പോഴത്തേന് ക്ലീനൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമുക്ക് വണ്ടി വിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ റിസോർട്ടിലെ ചേട്ടന് അവിടെ എല്ലാവരും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ ചക്കിക്കാവ് കാർപ്പൻ്റർ മേശിരി ഇവിടുത്തെ വലിയ ആശാരി കേട്ടോ. എൻ്റെ ആളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഭയങ്കര പണി നടന്നുകൊണ്ടിരിക്കുക. അവിടെ വലിയ റിസോർട്ടിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കും. റിസോർട്ടിൽ ഞാൻ ഒരു സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അത് പിന്നെ നമുക്കത് റിവീൽ ചെയ്യുന്നതായിരിക്കും. താഴെ പോയി എന്നാൽ പിടിച്ചോ, പക്കടോ. ഓക്കെ, സീ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ബിയോണ്ട് ദ ട്രെയിലിലെ പ്രോപ്പർട്ടിക്കകത്താണ്. ആ പ്രോപ്പർട്ടിയെ പറ്റി ഏകദേശം ഒന്ന് കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഏതാണ്ട് അത് ലക്ഷറീസ് വില്ലയാണ്. ഇത് കിച്ചണ്, ഇവിടെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്, ഇവിടെ അതുപോലെ ടെൻറ്റ് ചെയ്യാനുള്ള ടെൻറ്റിങ് സെറ്റപ്പാണ് ഇവിടെ ചെയ്യുന്നത്. എൻ്റെ പൊന്നറിയാം, ഇതിനെപ്പറ്റി കൂടുതൽ ഒരു 10-20 ദിവസം കഴിഞ്ഞ് അവരെല്ലാം ഒന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും നമ്പർ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഓണർമാരെ ഞാൻ പരിചയപ്പെടുത്തരാം. വൺ മിസ്റ്റർ ഖാൻ അഹമ്മദ്. ദിസ് ഈസ് അഹമ്മദ്. ഹായ്, ദിസ് ഈസ് ഖാൻ. ഓക്കെ, ഇവർ രണ്ടുപേരും കൂടാണ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തത്. എനിവേ, നൈസ് കൺസെപ്റ്റ് കേട്ടോ. ഒരു കാര്യം പറയാം, ഞാൻ ഇങ്ങോട്ട് വന്നതും എൻ്റെ ദൈവം രാത്രിയിലെ ഇന്നലത്തെ ആ വീഡിയോ കണ്ടാൽ അറിയാം. ഇന്നത്തെ വൈബും ഇവിടെ കുറേ ഗ്യാങ്ങുകളെ പരിചയപ്പെട്ടു. എനിക്ക് ഭയങ്കര ഹാപ്പി. എനിവേ, ഇത് ഈ പ്രോപ്പർട്ടി എനിക്കൊരു വേർഡില്ല പറയാൻ. കാരണം അതുപോലെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം കാടിന് നടുക്ക് ഭയങ്കര പ്രൈവസി. ഇവിടെ ഇപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാൻ അടിച്ചു പൊളിക്കാം. അപ്പോൾ നമ്പർ ഡിസ്ക്രിപ്ഷൻ മസ്റ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. വാട്ട്സ് യുവർ പ്ലാൻ നെക്സ്റ്റ്? In another 10 days we'll be setting up the tents. Yeah. So in June 10 we are planning to open this campsite. So it's a campsite, right? Yes. Beyond the trail. Yeah, beyond the trail campsite. It is a kind of a concept that we are getting Western camping. Western camping. Yeah, we are getting a Western camping concept in India. Okay. Where you know, in Western countries like US and UK, every weekend people go to camp, you know, with their RV vehicle. Yes. Where is RV? Yes. So we are planning that kind of concept here in India. First camperman came here, right? Yes. Anyway, എനിക്ക് വണ്ടർഫുൾ ഒരു കമ്പനി കിട്ടി കേട്ടോ. അപ്പോൾ കോഴിക്കോട്, കണ്ണൂർ, നമ്മുടെ നാട്ടിൽ അങ്ങനെ കേരളത്തിലെ പല ഭാഗത്തുനിന്നും ഗോവയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വന്ന് ഒരു ദിവസങ്ങളിൽ ക്യാമ്പ് ചെയ്യണം. റേറ്റും കാര്യങ്ങളൊക്കെ അവരെ വിളിച്ചാൽ അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഒരു 10 ദിവസം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ ഏകദേശം ഒരു 4 ദിവസം കഴിയും. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 5 ദിവസത്തിന് നോക്കിയാൽ മതി. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ നമ്മൾ ഇനി നേരെ മുന്നോട്ട് പോകണം. നമ്മുടെ യാത്ര ഇനി നേരെ നമ്മളിനി ഗോകർണയ്ക്ക് പോകാനുള്ള പ്ലാനുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ഡ്രീം ഫ്ലവറിലൊന്ന് കയറണം. കയറിയിട്ട് അവിടെ സാറിനെ ഒന്ന് കാണാൻ, കണ്ടിട്ട് ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ ദാണ്ടലി വിടുകയാണ്. ഓക്കെ, ബൈ. അപ്പോൾ ഇന്നലെ നമ്മളൊരാളെ പരിചയപ്പെട്ടില്ലായിരുന്നു. വൺ മിസ്റ്റർ അഹമ്മദ്, റൈറ്റ്? ശ്യാം. നല്ല ബിയറായിട്ടുള്ള മലയാളി, ഹാഫ് മലയാളി എന്ന് പറഞ്ഞില്ലേ, അപ്പൻ നാട്ടിലുള്ളതെന്ന് പറഞ്ഞില്ലേ, ആളുടെ ഫാദർ തന്നെ ഇതാണ്. അയ്യോ, മലയാളിയാണെന്ന് എനിക്ക് അറിയത്തില്ല അത് കേട്ടോ. അപ്പം കിട്ടാ ഇവിടെ ആയിട്ട് എത്ര ആളായി? मलयालम बात नहीं करेगा, मालूम पड़ता है। आपका बाप इधर आया है क्या? इधर आया। हाँ। पुलिस मलयालम संसारिका पुलिस अपन, ഇപ്പോൾ 3 कितना जनरेशन हो गया अभी?
ഫോർത്ത് ഓക്കെ 4 ജനറേഷൻ കഴിഞ്ഞാൽ അവരെല്ലാം ഫാമിലിയായിട്ട് ഇവിടെയാണ്. എന്തുവരും ഒരു മലയാളി ജനറേഷനെ കാണാൻ പറ്റും. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആളൊക്കെ ഇവിടെ നിന്ന് ഭയങ്കര കാര്യമായിട്ട് ചെയ്യാണ്. അപ്പോൾ പരിപാടികൾ നല്ല ചങ്കായിട്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഓക്കെ, താങ്ക് യു വെരി മച്ച്. നാം ക്യാ ആപ്കാ? ബഷീർ. ഓക്കെ ബഷീർ ജി. ഓക്കെ ചൽ റോ. ഓക്കെ ഗുഡ് നൈറ്റ്. ഗുഡ് ബൈ. ഗുഡ് ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയെ കയറിയിട്ട് നമ്മളിനി വേണ്ട അവിടെ നമ്മുടെ അമൃതായി ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ച് എന്താ പോലടാവ്. താങ്ക് യു. സത്യം പറയാലോ, എനിക്ക് അതുപോലെ അങ്ങ് ഇഷ്ടപ്പെട്ടു ഈ ഒരു ലൊക്കേഷൻ കേട്ടോ. ക്യാമ്പ് സൈറ്റ് ലൊക്കേഷൻ സത്യം പറയാലോ എനിക്ക് അതുപോലെ. ഇന്നലെ രാത്രിയിലെ വൈബും അവരുടെ ആ ഒരു സ്നേഹവും എനിക്ക് വയ്യ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഭയങ്കര ഹാപ്പി മൂഡ്. വളരെ സന്തോഷമായിരുന്നു. എനിവേ നമ്മൾ എന്തായാലും മുന്നോട്ട് വിടുകയാണ് കേട്ടോ. ഈ ഒരു ക്യാമ്പ് സൈറ്റിലാണ് ആദ്യം അവർ പ്രോപ്പർട്ടി ഉണ്ടാക്കുന്ന ആ പ്രോപ്പർട്ടി വാഷ് ഔട്ട് ചെയ്ത് പോയി. വെള്ളപ്പൊക്കം വന്ന് വെള്ളത്തിൽ നിന്ന് ഒലിച്ചു പോയി മൊത്തം. അവർ വീണ്ടും റീസെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ സപ്പോർട്ട് മാക്സിമം ഈ റൂട്ടിൽ ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അവരുടെ ചെങ്കന്മാരെ അവരുടെ കാര്യം നല്ലൊരു കൺസെപ്റ്റാണ്. വെസ്റ്റേൺ കൺസെപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അവിടെ പോയി നല്ല കിടുക്കൻ വൈബ് കിട്ടും കേട്ടോ. അതാണ് പൊതുവെ അമ്മ രണ്ടുപേരും ആവുന്നതും മറ്റേ കാണാൻ നല്ല വൈബാണ്. ഇടപെടാനൊക്കെ എന്ത് നീറ്റാന്നറിയാം. അപ്പൊ നമ്മൾ എന്തായാലും മുന്നോട്ട് പോവാണ്. മുന്നോട്ട് പോയി നമുക്ക് കാണേണ്ട കാഴ്ച മച്ചാനെ പൊളിക്കും. ഓക്കെ. അത് കണ്ടോ അവിടെ ചീട്ടുകളിയാണോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. 2-3 ചങ്ങന്മാരെ ഞാൻ പരിചയപ്പെട്ടിരുന്നേ കണ്ടോ. അവിടെ നല്ല ചീട്ടുകളിയാ. ओ प्लेइंग कार्ड्स है क्या? कार्ड प्ले कर रहे क्या? कौन सा है? रम्मी खेल रहे क्या? ഏതാണ്ട് ഇത് അന്ന് അവർ വാഷ് ഔട്ട് ചെയ്ത സംഭവമാണ് കേട്ടോ. അത് അവരുടെ ഒരു ഷെഡായിരുന്നു കേട്ടോ. പാവങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമ്മുടെയൊക്കെ സപ്പോർട്ട് വേണം. ഓ എനിക്ക് വയ്യ എൻ്റെ പൊടാവേ. ക്യാ खेल रहे? नाइन्टी कोटा. हाँ 90 कोट കളിക്കാം. ഓ कितना मिला पैसा के बारे में क्या? ऐसा फ्री में वो फेल हो जाएगा तो क्या है? ऐसा खुशी में പക്കട കറക്ക. ഓ ഒരു ലെവല് കാര്യമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി നേരെ മുന്നോട്ട് പോകാം. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച കേട്ടോ. ഇവിടെ കുറേ ചങ്ക് ടീമുകളുണ്ട് കേട്ടോ. ഒന്നും പറയണം. മാരക വൈബ് എന്നൊക്കെ പറഞ്ഞാൽ വൈബാണ് മച്ചാനെ വൈബ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. നമ്മൾ ഈ കയറുന്നുണ്ടല്ലോ, ഈ കയറുന്നത് ഒരു തടിപ്പാലം കേട്ടോ. തടിയും കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാലമാണ് കേട്ടോ. ഇതിന് സൈഡ് നോക്കി, സൈഡ് ഉണ്ടോ? ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? ഇവിടെ എല്ലാം വെള്ളം വന്ന് കയറി മൊത്തം ഒലിച്ചു പോയെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി. എന്നാ വിഷ്വലും അല്ലേ, അടിപ്പൻ സ്ഥലം എന്നൊക്കെ പറയാം. കിടുക്കൻ്റെ ക്യാമ്പ് സൈറ്റ് ആണ്. അപ്പം നമ്മളിതൊക്കെ വിട്ട് നമ്മൾ പോവുകയാണ്, യാത്ര ചെയ്ത് പോവുകയാണ്. എൻ്റെ പൊന്നളിയാ എനിക്ക് വയ്യ, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഈ പച്ചപ്പും ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കാന്ന് പറഞ്ഞാണല്ലോ ജീവിതത്തിൽ കിട്ടിയ ഈ ചങ്കനുള്ളവനാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് കിട്ടിയത്, അല്ലേ എനിക്ക് കിട്ടത്തില്ല. ഓ എനിക്ക് വയ്യ. അപ്പം നമ്മളെന്തായാലും മുന്നോട്ടുള്ള യാത്ര കണ്ടു. മുന്നോട്ടുള്ള ഇതുപോലുള്ള റോഡിൽ കൂടെ നമ്മൾ പോകുന്നത്. സീ മച്ചാനെ അങ്ങോട്ട് ആ വീട്ടിലോട്ട് ഇറങ്ങി പറയുമ്പോൾ അടിപൊളി ഒരു വീടും അതിൻ്റെ കോമ്പൗണ്ട് കേട്ടോ. നമ്മുടെ റിസോർട്ടിലോട്ട് ഇറങ്ങി പോകുന്ന വഴിയാണ്. അതിൻ്റെ മാലിക്കിൻ്റെയൊക്കെ പ്രോപ്പർട്ടി ആണെന്നാണ് പറഞ്ഞത് മച്ചാന്മാർ. എന്തോരം കിടക്കുന്ന അതിൻ്റെ ഇതിന് ഓണം വെച്ചൊരു ചൊറിയാണ്. അത് കാരണം എന്ത് ചെയ്യാൻ അവിടെ നല്ല അടിപൊളി ഒരു നല്ല കിടുക്കനായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് നല്ല തെങ്ങും തോപ്പും പാടങ്ങളും ഒക്കെ ആയിട്ട് ആണ് സംഭവം. നമുക്കിപ്പോൾ തോന്നുന്നു അവിടെയാണ് നമുക്ക് പോകണം. നമ്മളവിടെ പോയി ഒരു ഡ്രോൺ ഷൂട്ട് എടുക്കണം. നമുക്ക് കുറച്ച് പരിപാടിയുണ്ട് ആ കണ്ടത്തിന് നടുക്ക്. അത് ഇന്തോനേഷ്യൻ രീതിയിലുള്ള കൃഷി രീതികളാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി മെയിൻ റോഡ് കയറാം. കാര്യം ഇനി നമ്മുടെ ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ കാണാൻ മച്ചാനെ ഇനിയും കൊടുങ്കാട്ടിനകത്തോടെ നമ്മൾ പോകുന്നത്. കൊടുങ്കാടെന്ന് പറഞ്ഞാൽ നമ്മുടെ പുലി, കടുവ എല്ലാ സാധനവും ഉണ്ട്, ഇല്ലാത്ത ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വിടുതല്ലേ, നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് റൈറ്റ്, നമുക്ക് ലെഫ്റ്റിലോട്ട് പോകണം, റൈറ്റിലോട്ട് പോകണം. സീ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് അവിടുന്ന് നമ്മുടെ ആ ചങ്ങന റിസോർട്ടിൽ നമ്മൾ ഈ യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങി കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും ഒരു മലയാളിയെ കണ്ടു. ആൾക്കൊരു റിസോർട്ടും കാര്യങ്ങളും, റിസോർട്ടല്ല ഒരു ക്യാമ്പ്സ് ഹോം സ്റ്റേ അല്ലേ, ഹോം സ്റ്റേയും സെറ്റപ്പ് ഉണ്ട്. ഫ്യൂച്ചറിൽ ഇത് റിസോർട്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, ഇതാണ് ആ പ്രോപ്പർട്ടി കേട്ടോ. നാളെ ചുറ്റിക്കറന്ന് കാണിക്കേണ്ട നല്ല കിടുക്കൻ പ്രോപ്പർട്ടി കേട്ടോ. ഇതിന് ചുറ്റും പാടങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഡ്രോൺ ഷോട്ട് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ചങ്ങനെ വിട്ടിട്ട് നമ്മുടെ ചങ്ങന അവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ ചങ്ങനോടെ കിടപ്പുണ്ട്. അവിടെ നിർത്തിയിട്ട് നമ്മൾ ഇവരുടെ ഈ ക്യാമ്പർ വാനയിലാണ് നമ്മൾ ചെറിയൊരു ജംഗിൾ സഫാരിക്ക് പോവാണ്. അതിന് മുന്നേ നമ്മളിതിൻ്റെ ഓണറെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ കേട്ടോ. ദേ ഇതോ മച്ചാൻ്റെ പേരെങ്ങനെയായിരുന്നു? ജോഷുവ. എന്തേ ഉറങ്ങിയിരിക്കുന്നത്? ഒന്നും കഴിച്ചില്ലേ? ഏകദേശം ഇപ്പോൾ വാട്ട്സ് ദ ടൈം നോ? ടൈം 12 മണിയായി കേട്ടോ. 12:31 അല്ലേ ഏകദേശം. പാസ്വേഡ് കാണിക്കുന്നു കേട്ടോ. 12:31 നോക്കി. അപ്പോൾ രാത്രി 12 മണിക്ക് നമ്മൾ ചുമ്മാ ഒരു ജംഗിൾ സഫാരിക്ക് പോവാം. ഇവരുടെ ഈ ക്യാമ്പർ വാനിൽ ഈ കൂട്ടത്തിൽ 2 ചങ്കുകളുണ്ട്. ഇവർ ദേ ആർ ഫ്രം ലോക്കൽസ് കർണാടക. എനിക്ക് കർണാടക. എസ്രേനു
റാവുത്ത് ആയിരോ കന്നഡ അഭിഷേക്. അപ്പോൾ അഭിഷേകും റാവും അവരും ഉണ്ട് നമ്മുടെ കൂടെ അക്കമ്പനി. അപ്പം നമ്മളിന്ന് ഞങ്ങൾ 4 പേരും 1 2 3 4 പേര് ചെറിയൊരു മറൈ. ഓക്കെ, അപ്പോൾ 4 പേരെയും കൂടെ തിരിച്ചു ഇവിടെ കൊണ്ടുപോകുന്നത് നിന്നെ കൂടെ ചേർത്താ. അപ്പം ഞങ്ങൾ രാത്രി ചുമ്മാ ഒരു റൗണ്ട് പോവാണ്. കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി. ഓക്കെ, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ല. പൊരിയുള്ള കാടാണ്, വരുമോ ഇല്ലയോ? ഓക്കെ, കയറിക്കോ. ലെറ്റ്സ് ഗോ ഫോർ ദ പാർട്ടി, നൈറ്റ് പാർട്ടിയാ. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങി. നോക്ക്, കുറ്റാക്കൂരിലിട്ട് കേട്ടോ. രാത്രി ഞങ്ങൾ നമ്മുടെ ദേവിയെ തേടിയുള്ള യാത്ര. ദേവി ഭൂതം. I have a feeling something is there. നെഗറ്റീവ്. എന്താണ്, ഞങ്ങൾ കാട്ടിലേക്ക് പോവാണ്. കാടിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാണ്. മാരക വൈബാണ് കേട്ടോ. കൊടും രാത്രി 12 മണിക്ക് ചേച്ചിയെ കാണാൻ ആണി ഊരാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. സോ സ്റ്റേ ട്യൂണ്. എന്നിട്ട് ആ കാണുന്ന ബോർഡാണ് മച്ചാൻ്റെ റാംബോ അല്ലോ ബാംബു ബ്രീസ് അല്ലേ, ബാംബു ബ്രീസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് കേട്ടോ. അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ഓണറാണ് ഇതിൻ്റെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും മുന്നോട്ട് പോകാം. നമ്മൾ കാട്ടി കയറി. അപ്പോൾ കാട്ടിൽ കൂടെ നമ്മളിങ്ങനെ ചെറിയ യാത്രയാണ്. എന്ത് കിട്ടുമെന്നൊന്നും പറയാനൊക്കത്തില്ല. അപ്പോൾ മച്ചന്മാരെ കണ്ണ് തുറന്നിരുന്നു കേട്ടോ. എന്തെങ്കിലും കാണാൻ പറ്റും, എന്തെങ്കിലും അല്ലേ. ഈ ബൈപ്പർ ഒന്ന് സ്വല്പം താക്കാൻ പറ്റുമോ, അതോ കൈയിട്ട് താക്കണോ? താന്നില്ല, വീണ്ടും പൊങ്ങിയിരിക്കുക. ചെറുച്ചൂടും താത്തേ എൻ്റെ ക്യാമറയ്ക്ക്. അടാടാടാ കൊച്ച പൊളി, നീ പൊളിയാണ് മുത്താണ്, ചെക്കാണ് വെച്ച് പുലിയെ കണ്ടായിരുന്നു അല്ലേ. എൻ്റെ പൊന്നാളിയ ടെറർ റൂട്ടാട്ടോ. ഒന്നും പറഞ്ഞാൽ കുറ്റാക്കൂരിട്ട് അടുത്ത രാത്രി 12 മണിക്ക് മില്ലുകാരൻ ടീം ഇങ്ങനെ മന്ദം ബാംബു ട്രീസ് എന്ന കമ്പനിയും കൂടെ ജോയിൻ ചെയ്ത് ഒരു ട്രക്കിംഗ് എന്താ പറയുക, പറയാൻ വാക്കുന്നില്ല, സഫാരി. അത് തന്നെ വൈബാണ്. അതാണ് പുറകിൽ ലൈറ്റിട്ടാണ് കേട്ടോ. ബാക്കി 2 ചങ്ങാതികൾ കണ്ണു തുറക്കും, കണ്ണ് കാണത്തില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ് കേട്ടോ. എന്തോ കിടക്കുന്നത്? അയ്യോ, പ്ലാസ്റ്റിക് കൂടാ. അയ്യോ, ഞാനോർത്ത് എന്തോ ചെയ്യാനാ. ലൈറ്റ് മിന്നിയപ്പോഴേ ഞാനോർത്തു എന്തോ കിടക്കുന്ന മിസ് ചെയ്ത് ഇന്ന് ഉറപ്പാടാ എന്തെങ്കിലും കിട്ടൂടാ. ഇന്ന് കണ്ടിട്ടേ ഇന്ന് നമ്മൾ തിരിച്ചു പോകത്തുള്ളൂ. ഭയങ്കര സെറ്റിങ്ങിലാണ് പോകുന്നത് കേട്ടോ. 2 ടോർച്ചും വെട്ടമില്ല. നോക്കി കുറേ 2 ടോർച്ച് അടിച്ചു നോക്കുക. എവിടെ 4 പേരും കണ്ണ് തുറന്നിരിക്കുകയാണ്. ഇതുവരെ ഒരു രക്ഷയില്ല, ഒന്നിനെയും കണ്ടില്ല. ഒരു പ്ലാസ്റ്റിക് കൂടാ കണ്ടത്. ഇന്ന് നമുക്ക് തെളിയിക്കണം. ഇവിടെ പുലി ഉണ്ടോ എന്ന് തെളിയിക്കണം. ഇന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ. കല്ലി വല്ലി നമ്മളോടാ കളി അല്ലേ, അത് മില്ലുകാരോടാ കളി. അതുപോലെ പുള്ളിപ്പുലി ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ മുന്നോട്ട് പോവാട്ടോ. എൻ്റെ പൊന്നളിയ, ഇതാണ് ബ്ലാക്ക് വാട്ടർ. ഇവിടെ ഒന്നും കാണത്തില്ല. എൻ്റെ പൊന്നളിയാ, ഇവിടെ താഴെ ഈ സൈഡിൽ കൊണ്ടു നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് പണിയാവും. ഞാൻ വല്ല കുഴി പോയാലോ. നമുക്കിനി ചോദിക്കാനും പറയാൻ ആരുമില്ല. അയ്യോ, ലൈറ്റ് ഓഫ് ചെയ്തു. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് താരതമ്യമാണ് വെള്ളക്കെട്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ചെറിയ യാത്ര തുടങ്ങാൻ പോവാണ്. ലൈറ്റ് നീ നോക്കിയാ. ഓൺ ചെയ്യാനാ. അപ്പം നമ്മൾ ചെറിയ യാത്ര ചെയ്യാണ്. തന്നെ വണ്ടി ഓണാകുന്നില്ല, എന്തോ ചെയ്യാനാ. പണിയാ. വണ്ടി ഓണായി, ഭാഗ്യം. നമ്മൾ വീണ്ടും മുന്നോട്ട് പോകാൻ കേട്ടോ. അവിടെ ഒന്നും കണ്ടില്ല. നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് അറിയാനാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പോലീസല്ല, ആംബുലൻസാ. ഇനി ഒരു കുന്തോ കാണത്തില്ല. सिंपली रूबी वो दारू पी के रूबी कर रहे, कुछ भी नहीं है उसका अंदर. कोई भी नहीं, कोई भी है क्या? नहीं, कुछ भी नहीं है. ओ हमारा ऐसा वो सफारी कर रहे. अरे यार, എല്ലാ മൃഗവും ഇപ്പൊ പോകും. പക്ഷേ എല്ലാ വണ്ടിയും ഇപ്പൊ പോകണം. ഇനിയും ഒരു മൃഗത്തെയും കാണാൻ പറ്റില്ല. എല്ലാ വണ്ടിയും വരുന്നു കണ്ടോ. എന്തോ ചെയ്യാനാ നോക്കിക്കോണേ. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് ഒരു ആംബുലൻസിനെ കണ്ടു. ഞാനൊന്ന് പേടിച്ചു പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പേടിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി പിടിക്കുന്ന സ്റ്റാർട്ടർ ക്രെന്ന് പറഞ്ഞ് 2 തവണ ഇങ്ങനെ സൗണ്ട് കേട്ടു. ഒന്ന് പേടിച്ചു പോയി. ശരി, അവിടെ കാണുന്നതിന് പിന്നെ തള്ളേണ്ട വരുമെന്ന് തോന്നുന്നു. പിന്നെ ഇമാര് പിള്ളേരുള്ളതുകൊണ്ട് പിന്നെ തള്ളാം, പേടിക്കണ്ട. നമ്മുടെ വണ്ടിയില്ലേ തള്ളാൻ പറ്റാത്തത്. 12,000 കിലോ ഉണ്ട്. ഞാൻ തന്നെ നിന്ന് തള്ളാൻ പറ്റും. ഞാൻ അന്ന് ഇന്നത്തെ വീഡിയോക്കകത്ത് ഇതുപോലെ ഞാൻ തള്ളി നോക്കി, നടന്നില്ല പരിപാടി. എന്തായാലും നമ്മൾ മുന്നോട്ട് പോവാണ്.
അതായത് ദുഡ്സാഗർ പോകുന്ന ആ റൂട്ടിൽ തന്നെ വന്നു. കാര്യം ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ 23 കിലോമീറ്റർ ഉള്ളൂ കാസ്റ്റൽ റോക്ക് ദുഡ്സാഗർ വാട്ടർഫോൾസ് അല്ലേ. അവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് അല്ലേ. നമ്മുടെ ഹിച്ച് ഹാക്കിംഗ് നൊമാഡ് വന്ന ഏരിയ ആണ്. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ പടമൊക്കെ വരച്ചിട്ടുണ്ടോ ഉണ്ട്. ദുഡ്സാഗറിൻ്റെ ഒരു പടമൊക്കെ വരച്ചിട്ടുണ്ട്. ഇപ്പം അത്രയും വെള്ളമൊന്നുമില്ല, അത് ഭാവനയാണ് മനുഷ്യൻ്റെ കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ മുന്നോട്ട് പോകണം അല്ലേ. അപ്പോൾ ഇവിടെ പിന്നെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞത്. കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വഴിക്ക് എല്ലാം മറന്നുപോയല്ലോ. അവിടെ എന്തോ ഒന്ന് മിന്നി. ഇവിടോ ചേച്ചി ടോർച്ച് അങ്ങോട്ട് അടിയിടാ. എവിടെ മിന്നി? അവിടെ വെച്ചോ മിന്നി ഞാൻ അവിടെ ഈ ഭാഗത്ത് എന്തോ ഒന്ന് മിന്നി കേട്ടോ. ഒരു കണ്ണ് എൻ്റെ പൊന്നടാ ഇതാണ്ടാ സാധനം ഫോയിൽ പേപ്പർ. എന്തോ ചെയ്യാനാ, വീണ്ടും ഫെയില്. എന്തോ ചെയ്യാ അവസ്ഥ ഓർത്ത് നോക്കിക്കോട്ടെ. 2 തവണ ആദ്യം ഒരു പ്ലാസ്റ്റിക് കേട്ടു, വീണ്ടും ഒരു ഇത്. എന്തോ ചെയ്യും. അപ്പോൾ നിങ്ങൾ കണ്ണ് തുറന്ന ഇതാണ് കേട്ടോ. ഞങ്ങൾ കണ്ണ് തുറന്നായിരിക്കുന്നത് കേട്ടോ. അവിടെ നോക്കിയോ. ഓ വണ്ടിയല്ലേ. ഞാനവിടുത്തെ എന്തോ മിന്നി വരുന്നല്ലേ. റോഡ് വീതി കുറഞ്ഞു വരുവാന്നല്ലോ. ബൈക്കല്ല, ലോറി കാണാൻ വരും. ഞാൻ ഓർത്ത് ഒറ്റ ലൈറ്റ് കണ്ടോണ്ടേ ഞാൻ ഓർത്തു ഇനി ഒന്നും വരത്തില്ല, വണ്ടി പോയാൽ ഒന്നും വരത്തില്ല. വേണ്ട, മണ്ണുമാഫിയ അല്ലേ. രാത്രി മണ്ണടിക്കും. ഏകദേശം ഇപ്പം സമയം തോയി മണ്ണടിയാണ് പരിപാടി. പോലീസുകാരെ വെട്ടിച്ച് മണ്ണ് കൊണ്ടുവന്നു. ഏകദേശം 1 മണി 17 മിനിറ്റ് ആയി കേട്ടോ. രാത്രി മണ്ണ് മാഫിയ. ഞങ്ങൾ മണ്ണ് കണ്ടല്ല, ഞങ്ങൾ പോകുന്ന മൃഗങ്ങളെ കാണാനാണ് പോകുന്നത്. വഴിയിൽ എന്തെങ്കിലും സ്പോട്ട് ചെയ്യുമോ നമുക്ക് കാണാനാണ് പോകുന്നത്. എന്നാൽ നമുക്ക് മുന്നോട്ട് പോവാം. ഈ റൂട്ടിൽ എന്തെങ്കിലും കാണുന്നല്ലേ. എന്തോന്നു ദാസാ, ചെറിയ സൗണ്ട് പോലെ കേൾക്കാം. കുഴപ്പമില്ലോ. അഞ്ചറായോ? കുഴപ്പമില്ല. അയ്യോ വണ്ടി പേടിച്ചു കേട്ടോ. സ്റ്റിയറിങ്ങിന് പിടുത്തല്ല. റോഡിന്റെ ഇതുകൊണ്ടാടാ. റോഡിന്റെ പ്രശ്നമാണ്. റോഡ് ഒരു വല്ലാത്ത റോഡാണ്. ഭാഗ്യം ഓണായി. മുമ്പേ ഓണാൻ ഇച്ചിരി മടിച്ചായിരുന്നു. നോക്കി പറഞ്ഞോട്ടെ. ഇവിടെ എന്തോ സൗണ്ട് കേട്ടാ ഞാൻ. ഇവിടെ വെച്ചല്ലേ ഇതിലെ മേലോട്ട് കയറി അല്ലേ. അപ്പം നമ്മൾ ഇതിനകത്തൊരു ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ മച്ചാൻ ഇതിലേ കടന്നു വരുമ്പോൾ നമുക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതിലെ ഇങ്ങനെ കരടി മേലോട്ട് കയറി എന്നാണ് പറഞ്ഞത്. വെയിറ്റ്. നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ വണ്ടി ഇടക്കിലേക്ക് തിരിച്ചു വന്നു. നമ്മുടെ വണ്ടി തോണ്ട് അവിടെ കിടക്കണം കേട്ടോ. നമ്മുടെ ചങ്കനാണ്. ചങ്കൻ ഇതുവരെ എന്നെ ചതിച്ചിട്ടില്ല. ഇടയ്ക്ക് ചെറിയ പണിയൊക്കെ തന്നു, എന്നാലും ചങ്കാണ്. എന്തായാലും നമ്മൾ തിരിഞ്ഞു വന്ന് നമുക്ക് ഭാഗ്യമില്ലാതെ പോയി. നമുക്കൊന്നിനെയും കാണാൻ പറ്റിയില്ല. നമ്മൾ ഇനിയും ട്രൈ ചെയ്യും അല്ലേ. ഇനി നമ്മൾ ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ ഇനി വീണ്ടും നാളെ കാണാം ബാക്കി.